ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൻ്റെ രണ്ട് പാർട്ട്, ലോങ് ചാപ്റ്റർ കാരണം 2 പാർട്ടായിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ഫസ്റ്റ്, ഈ ചാപ്റ്ററിൽ ഇൻഡെപ്ത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവണം, എന്താണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന്. അപ്പം കൂട്ടുകാർക്ക് ഒരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നും അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ എക്സാമ്പിൾസും, അതേപോലെ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എന്നും അതിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ യൂസസും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോവാം. ഒരു വേഗ് ഐഡിയ, ഒരു പെരിഫറി ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കമ്മ്യൂണിക്കേഷൻ എന്താണ്. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ഐഡിയാസ് ഓർ മെസ്സേജസ് ഫ്രം വൺ സോഴ്സ് ടു അനദർ. എന്താണ് വൺ സോഴ്സ് ടു അനദർ എന്നും നമുക്ക് പറയാം. പിന്നെ എന്താണ് വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഇപ്പം നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് എന്താണ് ട്രാൻസ്ഫർ ഓഫ് ഐഡിയാസ് ഓർ മെസ്സേജസ്. ഓക്കെ, ഐഡിയാസ്, നമ്മുടെ ഐഡിയാസ് നമ്മൾ മറ്റുള്ളവരായിട്ട് നമ്മുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുക. അതേപോലെ മെസ്സേജസ്, എന്തെങ്കിലും ക്രിട്ടിക്കൽ കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം എൻവിറോൺമെൻറ്റൽ ഹസാർഡ്സ്. ഓക്കെ, എൻവിറോൺമെൻറ്റിൽ എന്തെങ്കിലും ഹസാർഡ്, ഇപ്പം മെയിനായിട്ട് നമുക്ക് ഫ്ലഡ് വരുന്ന കാര്യം നമ്മൾ ന്യൂസിലൂടെ അറിയാൻ പറ്റും. പിന്നെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഫേസ്ബുക്ക്, യൂട്യൂബ് വഴിയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം മെയിൻലി പബ്ലിക്കിന് അവയർനെസ് കൊടുക്കുന്ന ന്യൂസസ് അല്ലെങ്കിൽ ഐഡിയാസൊക്കെ നമ്മൾ പബ്ലിക്ലി ഷെയർ ചെയ്യുക. ഓക്കെ, അതിനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളോട് എന്തെങ്കിലും ഒരു മെസ്സേജോ ഐഡിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം ഇപ്പോഴത്തെ കറൻ്റ്ലി ഏറ്റവും ഫാസ്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ സോഴ്സസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടെലിവിഷൻ. ന്യൂസിലൂടെ നമുക്ക് ലോകത്ത് എവിടെ നടക്കുന്ന വിവരങ്ങളും നമുക്ക് അറിയാൻ പറ്റും. നാഷണലി അല്ലെങ്കിൽ ഇൻ്റർനാഷണലി നടക്കുന്ന ന്യൂസ്. ഓക്കെ, ഇപ്പം നാഷണലി അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈസ് ആണെങ്കിലും നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ന്യൂസ് മലയാളം ന്യൂസ് ചാനലിൽ നോക്കിയാൽ അറിയാം. അതേപോലെ നാഷണൽ ചാനൽസ് ഉണ്ടാവും, അതേപോലെ ഇൻ്റർനാഷണൽ ചാനൽസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ CNN വഴിയൊക്കെ ഇൻ്റർനാഷണലി വാർ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെലിവിഷനിലൂടെ നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് മെസ്സേജ് അല്ലെങ്കിൽ ആ ന്യൂസുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലാണ് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഇപ്പോൾ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയാസ് ലൈക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ യൂട്യൂബ്. ഓക്കെ, യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ചാനൽസ്. ഇപ്പോൾ നിങ്ങൾക്ക് TV നിങ്ങളുടെ വീട്ടിലില്ല, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് TV ഇല്ലെങ്കിൽ മൊബൈൽ ഫോണാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സോഴ്സ്. പിന്നെ നെക്സ്റ്റ് വൺ ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും ഇന്നത്തെ ന്യൂസ് അറിയണമെങ്കിൽ, ഇന്നത്തെ എന്തൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആയിരിക്കണം നമുക്ക് ന്യൂസ് കിട്ടുന്നത്. ഓക്കെ, അതാണ് ന്യൂസ് പേപ്പേഴ്സ്. പിന്നെ റേഡിയോ. ഇപ്പോൾ റേഡിയോ അത്രയും ഫേമസ് അല്ല, എന്നാലും റേഡിയോ FMC യൂസ് ചെയ്യുന്ന പിന്നെ ആൾക്കാരുണ്ട്. അപ്പം FM-ലൂടെയും നമുക്ക് ന്യൂസ് കേൾക്കാൻ പറ്റും. അതേപോലെ നമുക്ക് വേണ്ട ഐഡിയാസ്, ഓരോ കാര്യങ്ങൾ നമുക്ക് റേഡിയോയിലൂടെ കിട്ടും. പിന്നെ ടെലിഫോൺ. ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ടെലിഫോൺ വളരെ കുറച്ച് പേരൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ പണ്ടത്തെ കാലത്ത് ടെലിഫോൺ ആയിരുന്നു മെയിൻ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതിന് മുന്നേ എന്തായിരുന്നു, ലെറ്റേഴ്സാണ്. നമ്മൾ ലെറ്റേഴ്സ് എഴുതുമായിരുന്നു. ഈ ടെലിഫോൺ പിന്നെ TV ഒക്കെ വരുന്നതിന് മുന്നേ നമ്മൾ എന്തായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്, കത്തായിരുന്നു. ഓരോരോ വിവരങ്ങൾ അറിയണമെങ്കിൽ ഭയങ്കര താമസമായിരുന്നു, അതേപോലെ കത്തായിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സോഴ്സസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ മെസ്സേജ് ആണ് ത്രൂ ഇതേപോലത്തെ ഇൻസ്ട്രുമെൻറ്റ്സ്. അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ടെലിവിഷൻ, മൊബൈൽ, ടെലിഫോൺ, റേഡിയോ, ന്യൂസ് പേപ്പർ, ലെറ്റേഴ്സ്.
Okay, അടുത്തത് നമുക്ക് നോക്കാം what is transportation. Transportation is the movement of people or goods from one place to another using various means such as air, land and water. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ് ഓഫ് എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് ആൾക്കാരോ അല്ലെങ്കിൽ ഗുഡ്സ് സാധനങ്ങളോ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റുന്നതിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാം. ട്രാൻസ്പോർട്ടേഷനിൽ മെയിൻ ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഏതൊക്കെയുള്ള? എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്, ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്. എയർ ട്രാൻസ്പോർട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് വരിക? ഹെലികോപ്റ്റർ, എയ്റോപ്ലെയിൻ, ഓക്കെ, അതൊക്കെയാണ് എന്തിൽ വരിക? എയർ ട്രാൻസ്പോർട്ടേഷനിൽ വരിക. ലാൻഡിൽ എന്താണ്? 2 ടൈപ്സ് ഉണ്ട്, റോഡ് വഴിയും കൂടി പോകുന്നുണ്ട്, റെയിൽ വഴിയുണ്ട്. റോഡാണെങ്കിൽ നമുക്കറിയാം എന്താ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബസ്സസ്, ഓട്ടോറിക്ഷ, ബൈക്സ് അങ്ങനെയുള്ളതാണ് റോഡ് വഴി വരിക. റെയിലിൽ എപ്പോഴും എന്താണ് വരിക? ട്രെയിൻസ് ആണ്, ഇലക്ട്രിക് ട്രെയിൻസ് ആൻഡ് എന്താണ് ഡീസൽ എൻജിൻ ട്രെയിൻസ് ഉണ്ടാവും. പിന്നെ വാട്ടർ ട്രാൻസ്പോർട്ടിൽ എന്താണ് വരിക? ഷിപ്സ്. ഓക്കെ, വലിയ വലിയ ഷിപ്സുകളൊക്കെയാണ് വാട്ടർ ട്രാൻസ്പോർട്ടിൽ വരിക. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും ട്രാൻസ്പോർട്ട് എന്താണെന്നും ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, ചാപ്റ്റർ 7 ആണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, ഇവിടെ 3 പേപ്പർ ക്ലിപ്സിൻ്റെ പാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എർത്ത് ഇൻ ഇന്തോനേഷ്യ, സുനാമി ലൈക്ലി, കോസ്റ്റൽ കമ്മ്യൂണിറ്റി അലേർട്ടഡ്. ഓക്കെ, എന്താണ്? ഇന്തോനേഷ്യയിൽ ഭൂകമ്പം എർത്ത് ക്വേക്ക് ഉണ്ട്. പിന്നെ എന്താണ്? സുനാമി ലൈക്ലി, എന്താണ്? സുനാമി വരാനുള്ള ചാൻസസ് ഉണ്ട്. കോസ്റ്റൽ കമ്മ്യൂണിറ്റി അലേർട്ടഡ്, എന്താണ്? അവിടെ കോസ്റ്റൽ റീജിയൻസിൽ, കടൽ തീരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എന്താണ്? അലേർട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസിൻ്റെ ഹെഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്ത് നോക്കാം. ദ ഹാർട്ട് ഓഫ് കൊട്ടാരക്കര resident transported from Trivandrum is brought to Kochi in air ambulance for transplantation. അപ്പോൾ എന്താണ്? കൊട്ടാരക്കര സ്വദേശി, റെസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊട്ടാരക്കര സ്വദേശിൻ്റെ ഹാർട്ട് എവിടുന്ന്? ട്രാൻസ്പോർട്ടഡ് ഫ്രം, തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുവന്നു? കൊച്ചിയിൽ കൊണ്ടുവന്നു. എങ്ങനെയാണ്? എയർ ആംബുലൻസ്. ഇവിടെ എയർ ആംബുലൻസ് എന്ന് പറയുന്നത് എന്താ? എയർ ട്രാൻസ്പോർട്ടാണ്. എയർ ആംബുലൻസ് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പം കൊട്ടാരക്കര സ്വദേശിക്ക് ഹാർട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊച്ചിയിലേക്ക് എയർ ആംബുലൻസ് വഴി ഹാർട്ട് കൊണ്ടുവന്നു. ഓക്കെ, പിന്നെ ഇതെന്താണ്? The Chief Minister holds emergency video conference with district collectors for coordinate flood relief activities. അപ്പം എന്താണ്? പ്രളയം വന്ന സമയത്ത് ചീഫ് മിനിസ്റ്റർ, ഓക്കെ, ചീഫ് മിനിസ്റ്റർ ആരായിട്ടാണ്? ഡിസ്ട്രിക്റ്റിലുള്ള ഓരോ കളക്ടേഴ്സുമായിട്ട് വീഡിയോ കോൺഫറൻസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് പ്രളയ സമയത്ത് എങ്ങനെയൊക്കെയാണ് അവർക്ക് സഹായങ്ങൾ എത്തിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ കോൺഫറൻസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ്? ഇത് 3 എന്താണ്? ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ആണ്. അപ്പം ഇതിൽ 3 എന്തിൻ്റെയൊക്കെ എക്സാമ്പിളാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? കമ്മ്യൂണിറ്റി അലേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഐഡിയ, ഇങ്ങനത്തെ ഒരു കാര്യം, ഭൂകമ്പം എന്നൊരു കാര്യം നടക്കാൻ ചാൻസസ് ഉണ്ടെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇവരെന്താണ് ചെയ്യുക? പബ്ലിക്ലി ന്യൂസ് പേപ്പേഴ്സ്, പിന്നെ ടെലിവിഷൻസ്, പിന്നെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇങ്ങനെ ഒരു എർത്ത് ക്വേക്ക് നടക്കാൻ പോകുന്നുണ്ടെന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കോസ്റ്റൽ റീജിയനിലുള്ള ആൾക്കാർക്ക് അവർ കൺവേ ചെയ്യാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിളായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്താണ്? ഒരു ഹൃദയം ട്രാൻസ്ഫർ ചെയ്യാണ്. എവിടെ നിന്ന്? തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതെന്താണ്? ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. എന്ത് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്തേക്കുന്നത്? എയർ ആംബുലൻസ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്തത് എന്താണ്? ഇതും ഒരു കമ്മ്യൂണിക്കേഷനാണ്. ചീഫ് മിനിസ്റ്റേഴ്സും കലക്ടേഴ്സും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ്. എന്താണ്? പിന്നെ പ്രളയം നടന്ന് എല്ലായിടത്തും പ്രോബ്ലമായി കിടക്കുന്ന സമയത്ത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള കലക്ടേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? വീഡിയോ കോൺഫറൻസ് വഴിയാണ്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് ഇതേപോലെ ന്യൂസ് ഹെഡ്ലൈൻസ് തരും. അതിൽ നിന്ന് നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ആണോ കമ്മ്യൂണിക്കേഷൻ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ആ ഹെഡിങ് വായിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടണം. അതനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ലുക്ക് അറ്റ് ദ ന്യൂസ് കോളേജ് സൈറ്റഡ്. ഓക്കെ, അപ്പം എന്താണ്, ഇതൊക്കെ ന്യൂസ് കോളേജുകളാണ്. ഓക്കെ, how would the heart be quickly transported to Kochi from Trivandrum? എങ്ങനെയാണ് ഹാർട്ട് എത്രയും പെട്ടെന്ന് കൊച്ചിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. എന്താണ്? എയർ ആംബുലൻസ്. ഓക്കെ, എങ്ങനെയാണ്? എയർ ആംബുലൻസ് വഴിയാണ് ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഹാർട്ട് എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എഴുതാം എയർ ആംബുലൻസ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഇവിടെ ഞാനൊരു ജസ്റ്റ് ഒരു നിങ്ങൾക്ക് ഹാർട്ട് ട്രാൻസ്പോർട്ടേഷൻ ഒരു എക്സാമ്പിളായിട്ട് എങ്ങനെയാണ് ആ ഹാർട്ട് പെട്ടെന്ന് എത്തിക്കുന്നത് എന്നുള്ളൊരു അതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ തരാമെന്ന് വിചാരിച്ചു. എന്താണ്, നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കേൾക്കും ഹാർട്ട്, ഹൃദയം ഒരു സ്ഥലത്ത് നിന്ന് അടുത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് എളുപ്പമാണ്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ട്രാൻസ്പോർട്ടേഷൻ്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ, ആരൊക്കെ അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇത് നിങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് തരാം. ഇതെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സാണ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ആ പ്രോസസ്സ് നടക്കുന്നതെന്ന്. കോർഡിനേഷൻ ബൈ കേസോട്ടോ. ഓക്കെ, കേസോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷനാണ് കേസോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, അവരാണ് മെയിനായിട്ട് ഈ ഓർഗൻ ട്രാൻസ്പോർട്ടേഷന് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, കോർഡിനേറ്റ്സ് ദ ഡൊണേഷൻ, റിട്രീവൽ ആൻഡ് അലോക്കേഷൻ ഓഫ് ഓർഗൻസ്. ഓക്കെ, അപ്പം ഇവരാണ് മെയിനായിട്ട് എന്താണ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഓർഗൻസ്. ഇപ്പോൾ ഹാർട്ട് മാത്രമല്ല, വേറെ എന്തെങ്കിലും ഓർഗൻ ഇതേപോലെ മറ്റുള്ള ഒരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ ഓർഗനൈസേഷനാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ഫുൾ ഫോം എന്താണ്? കേസോട്ടോൻ്റെ ഇത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഹാർട്ടൊക്കെ ഓർഗൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മണിക്കൂറുകളോളം വെച്ചുകൊണ്ട് പോയിട്ട് അതിനെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പുതിയൊരു റെസിപ്പിയൻറ്റിന് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇതെന്താണ്? ഒരു സ്പീഡായിട്ടുള്ള പ്രോസസ്സിൽ വഴിയാണ് ഇത് നടക്കേണ്ടത്. അതുകൊണ്ട് എന്താണ്? റാപ്പിഡ് ട്രാൻസ്പോർട്ടേഷൻ. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, റാപ്പിഡ് ട്രാൻസ്പോർട്ടാണ്. ഹാർട്ട് മസ്റ്റ് ബി ട്രാൻസ്പ്ലാന്റഡ് വിത്തിൻ 4 to 6 hours. ഒരു 4 to 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കണം. അപ്പം എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പം മെയിനായിട്ട് എന്താണ്? എയർ ആംബുലൻസ് ആണ് യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണ് എയർ ആംബുലൻസ് യൂസ് ചെയ്യുന്നത്? ഇപ്പം സിറ്റീസിലൂടെ റോഡ് വേ പോയി കഴിഞ്ഞാൽ എന്താണ്? ട്രാഫിക് ആയിരിക്കും. നമുക്ക് 4 to 6 hours ഉള്ള ടൈമിനുള്ളിൽ അവിടെ എത്താൻ ചാൻസസ് കുറവാണ്. അപ്പം എയർ ആംബുലൻസ് എന്താണ്? ട്രാഫിക് കുറവാണ്. അത് കാരണം എയർ ആംബുലൻസ് ആണ് എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് കൂടുതലും പ്രിഫർ ചെയ്യുക. ഓക്കെ, വായിക്കാം. ഇൻ മെനി കേസസ് എയർ ആംബുലൻസ് ഇസ് യൂസ്ഡ് ടു ഫ്ലൈ ദ ഓർഗൻ ബിറ്റ്വീൻ സിറ്റീസ് സച്ച് ആസ് ഫ്രം ട്രിവാൻഡ്രം ടു കൊച്ചി. ഓക്കെ, പിന്നെ എന്താണ്? പോലീസ് സപ്പോർട്ട് ഇവർക്ക് വേണം. പോലീസ് സപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പോലീസ് സപ്പോർട്ട് ആർ ഇൻവോൾവ് ടു ക്ലിയർ റോഡ്സ് ഫ്രം ദ ആംബുലൻസ് അലൗവിങ് ഇറ്റ് ടു ട്രാവൽ ക്വിക്ലി ഫ്രം ദ ലാൻഡിംഗ് സൈറ്റ് ടു ദ ഹോസ്പിറ്റൽ. അപ്പോൾ എന്താണ്? പോലീസ് സപ്പോർട്ട് ഇവർക്ക് എപ്പോഴും ആവശ്യമാണ്. എന്താ പറഞ്ഞാൽ ഇപ്പം എയർ ആംബുലൻസിൽ നമുക്ക് എയർപോർട്ട് വഴി അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വരെ നമുക്ക് എയർ ട്രാൻസ്പോർട്ട് വഴി ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ്? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് റോഡ് തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം ആ റോഡ് എവിടെയാണോ നമ്മൾ ലാൻഡ് ചെയ്ത് അവിടെ തൊട്ട് ഹോസ്പിറ്റൽ വരെയുള്ള റോഡ് ക്ലിയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്രാഫിക് ക്ലിയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ സപ്പോർട്ട് വേണം? പോലീസ് സപ്പോർട്ട് വേണം. അതുകൊണ്ടാണ് പോലീസ് സപ്പോർട്ട്. പിന്നെ എക്സാമ്പിൾസ് ഇൻ ആക്ഷൻ. ഇൻ എ റീസെന്റ് ഇൻസ്റ്റൻസ് എ ഓർഗൻ വാസ് എയർലിഫ്റ്റഡ് ഫ്രം ട്രിവാൻഡ്രം ടു കൊച്ചി
to be transplanted at Lisi Hospital. Okay, അപ്പോൾ എന്താണ് കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള നടന്നിട്ടുള്ള എയർ ലിഫ്റ്റിംഗ് അതായിരുന്നു. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പോൾ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നത്, അതിൽ എന്തൊക്കെ പ്രോസസ്സാണ്, ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്, അതിൽ ട്രാൻസ്പോർട്ടേഷൻ മെയിൻലി എന്താണ്, എയർ ആംബുലൻസ് ആണ്, പിന്നെ ആരുടെ സപ്പോർട്ട് വഴിയാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്, ട്രാഫിക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോലീസ് സപ്പോർട്ട് വേണം, അതൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഈ സ്ലൈഡ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് തന്നെയാണ്, ബാക്കി ചാപ്റ്ററിലേക്ക്. ലുക്ക് അറ്റ് ദ ന്യൂസ് കോളേജ് സൈറ്റഡ്. മേലെ കൊടുത്തിരിക്കുന്ന ന്യൂസ് കോളേജസ് സൈറ്റ് ചെയ്ത് നമ്മൾ കണ്ടല്ലോ. എന്തൊക്കെയാണ്? സുനാമി, എർത്തുക്വേക്ക് അലേർട്ട് ചെയ്തത്, അതാണ് ഒരെണ്ണം. രണ്ടാമത്തെ എന്താണ്? ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. മൂന്നാമത്തെ എന്താണ്? ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് മൂന്നാമത്തെ ഒരു ഹെഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്താണ് അത്? ചീഫ് മിനിസ്റ്റർ കളക്ടേഴ്സുമായിട്ട് വീഡിയോ കോൺഫറൻസ് ചെയ്യുന്നതാണ് 3 കോളേജ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ കുഡ് ദ ഹാർട്ട് ബി ക്വിക്ക്ലി ട്രാൻസ്പോർട്ടഡ് ടു കൊച്ചി ഫ്രം ട്രിവാൻഡ്രം? എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുക? അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ മുന്നത്തെ സ്ലൈഡ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെയാണത്? കോർഡിനേഷൻ ബൈ കേസോട്ടോ ഓർഗനൈസേഷൻ. ഓക്കെ, റാപ്പിഡ് ട്രാൻസ്പോർട്ട്, പിന്നെന്താണ്? കമ്മ്യൂണിക്കേഷൻ, എയർ ആംബുലൻസ്, പോലീസ് സപ്പോർട്ട്. ഇത്രയും ഉള്ളപ്പോഴാണ് എന്താ ഹാർട്ട് ക്വിക്ക്ലി ട്രിവാൻഡ്രത്ത് നിന്ന് കൊച്ചിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇൻ വാട്ട് വേസ് വുഡ് ഇത് കോസ്റ്റൽ പീപ്പിൾ ഹാവ് ബീൻ അലേർട്ടഡ്? എങ്ങനെയാണ് കോസ്റ്റൽ എന്താണ് കടൽ തീരത്തിലുള്ള ആൾക്കാരെ എങ്ങനെയാണ് അവർ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യം, എർത്തുക്വേക്ക് അല്ലെങ്കിൽ സുനാമി വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പബ്ലിക്കിനെ എങ്ങനെയാണ് അറിയിക്കുന്നത്? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഫ്രം കോസ്റ്റൽ ഫ്ലഡ് വാർണിംഗ്. അപ്പോൾ എന്താണ്? ഈ ഫ്ലഡ് വാർണിംഗ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രോപ്പറായിട്ട് അവർക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുകയാണ്. എന്തുവഴി? ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, എക്സെട്ര. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ വെർ ദ ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റഡ് ക്വിക്ക്ലി? എങ്ങനെയാണ് ഫ്ലഡ് റിലീഫിൻ്റെ ആക്ടിവിറ്റീസ് പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത് എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഇസ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ മീഡിയക്കാരും എവിടെയൊക്കെ എന്താണ് എർത്തുക്വേക്സ് അല്ലെങ്കിൽ ഫ്ലഡ് നടക്കുന്നുണ്ടോ അവിടെ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, ടെലിവിഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം റിപ്പോർട്ട് ചെയ്യുമ്പം അതെന്താണ്? പബ്ലിക്കലി അവരെന്താണ് അത് ടെലികാസ്റ്റ് ചെയ്യാണ്. അപ്പം എല്ലായിടത്തും നിന്നിട്ടും എവിടെയാണ് എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് നമുക്കൊരു ഐഡിയ ന്യൂസ് വായിച്ചാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ നമുക്ക് മനസ്സിലാകും. അപ്പം എന്താണ്? പ്രോപ്പർ അപ്പം നമുക്ക് എന്ത് ചെയ്തു? ഒരു മെസ്സേജ് നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പം പിന്നെ എന്താണ് വേണ്ടത്? ട്രാൻസ്പോർട്ട് ചെയ്യുക. അവിടെ എന്തൊക്കെ അപ്പം നമ്മൾ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാകും. അപ്പം അതനുസരിച്ച് അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടക്കുക. അപ്പം കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇതേപോലെ എന്താണ് നാച്ചുറൽ ഹസാർഡ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഹോസ്പിറ്റൽ കേസസ് ആ സംഭവമൊക്കെ വരുമ്പോൾ എന്താണ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, all these instances demonstrate the relevance of transport and communication system in our day-to-day life. അപ്പോൾ എന്താണ്? 3 ന്യൂസ് ഹെഡിങ്സ് ഉണ്ടോ? ആ 3 ന്യൂസ് ഹെഡിങ്സിൽ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഇമ്പോർട്ടൻസ് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ systems are the means of overcoming the physical distance among people. എന്താണ്? ഫിസിക്കൽ ഡിസ്റ്റൻസ് കുറയ്ക്കുന്നതാണ് എന്താ? ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം എന്താണ്? ഒരു സ്ഥലത്ത് സുനാമി നടക്കുന്നത് നമ്മൾ അവിടെ പോയി കണ്ടാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് വീട്ടിലിരുന്ന് അത് എത്ര ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും എന്താണ് ന്യൂസിലൂടെ നമുക്കത് ആ മെസ്സേജ് നമുക്ക് കിട്ടുന്നതാണ്. This is an effective system to connect people. ഇതെന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ്, എഫക്റ്റീവാണ്. പീപ്പിളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. കൺസിഡറിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം.
The transportation system help to move people or goods. അപ്പോൾ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഡെഫിനിഷൻ ആണിത്. എന്താണ് helps to move people or goods from one place to another. Communication എന്താണ് communication involves transferring ideas or messages from one source to another. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാര് ഈ രണ്ട് പോയിന്റ് ഈ ഒരു ഇത്രയും ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, കൂട്ടുകാർ നോട്ട് ചെയ്ത് വെക്കുക. വാട്ട് ഇസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വാട്ട് ഇസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഡെഫിനിഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടാവുന്നതാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ എന്താണ് വാട്ട് ഇസ് ട്രാൻസ്പോർട്ടേഷൻ? ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽപ്സ് പീപ്പിൾ മൂവ് people and goods from one place to another. പിന്നെ അടുത്ത എന്താണ്? കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് ഐഡിയാസ് ഓർ മെസ്സേജ് ഫ്രം വൺ സോഴ്സ് ടു അനദർ. ഓക്കെ, അപ്പം ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ? ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ഇവിടെ എന്താണ്? ഒരു ബുക്കിൽ കുറേ സ്റ്റാമ്പ്സ് ഒട്ടിച്ചു വെച്ചത് നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ കുറച്ച് സ്റ്റാമ്പ്സ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു ആൽബമാണ്. ആൽബത്തിൻ്റെ ഒരു 2 പേജ് ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം, വായിച്ചു നോക്കാം. ദിസ് ഈസ് എ പേജ് ഫ്രം നീനൂസ് പോസ്റ്റൽ സ്റ്റാമ്പ് ആൽബം. അപ്പം നീനുവിൻ്റെ പോസ്റ്റൽ സ്റ്റാമ്പ് ആൽബത്തിൽ നിന്നുള്ളൊരു എന്താണ് പിക്ചറാണ്. ദീസ് ആർ ഇത് സ്റ്റാമ്പ്സ് ഇഷ്യൂഡ് ബൈ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതെന്താണ്? ഈ സ്റ്റാമ്പ്സ് അല്ല, 1, 2, 6 സ്റ്റാമ്പ്സ് എന്താണ്? ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്തതാണ്. ഓൺ ദ എവല്യൂഷൻ ഓഫ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓവർ ദ ഇയേഴ്സ്. എന്താണ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് വളർച്ച. വളർച്ച എന്ന് തന്നെ നമുക്ക് പറയാം. വളർച്ച എന്തിൽ നിന്ന്? വർഷങ്ങളോളം നമ്മൾ യൂസ് ചെയ്ത വാഹനങ്ങളുടെ ഒരു വളർച്ച അല്ലേ? വളർച്ചയെക്കുറിച്ചുള്ള എവല്യൂഷനെ കുറിച്ചല്ല, ട്രാൻസ്പോർട്ടേഷൻ്റെ എവല്യൂഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ തരുന്ന കുറച്ച് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് റിലീസ് ചെയ്ത സ്റ്റാമ്പ്സ് ആണിത്. ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾസ് ദാറ്റ് ആർ ഫ്യൂച്ചേർഡ് ഓൺ ദ സ്റ്റാമ്പ്സ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഇതെന്താണ്? പാലൻക്യൂൻ ആണിത്. ഓക്കെ, ഇത് പണ്ട് രാജാക്കന്മാരെയും റാണിമാരെയൊക്കെ അവരെന്താണ് നടക്കില്ല. ഓക്കെ, അപ്പം അവരെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എന്താണ് മരം കൊണ്ടുണ്ടാക്കിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും എന്താണ് ആൾക്കാർ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് രാജകുമാരനൊക്കെ ഇതിൻ്റെ ഉള്ളിലിരിക്കും. പിന്നെ എന്താണ് അവരുടെ തോഴന്മാർ എന്ത് ചെയ്യും? ഇവിടെയുള്ള ഈ വടിയും സപ്പോർട്ട് ചെയ്തിട്ട് അവരെ എടുത്തുകൊണ്ട് നടക്കും. അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് പാലൻക്യൂൺ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? സ്കൂൾ റിക്ഷ. ഓക്കെ, പണ്ടത്തെ കാലത്ത് പാലൻക്യൂന് ശേഷം വന്നതാണ് സ്കൂൾ റിക്ഷ. ഓക്കെ, പിന്നെ ഇതെന്താണ്? സൈക്കിൾ റിക്ഷ. ഓക്കെ, ഇത് സ്കൂൾ റിക്ഷ, ഇത് സൈക്കിൾ റിക്ഷ. ചെറിയ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ പാലൻക്യൂന്ന് നിന്ന് സ്കൂൾ റിക്ഷയിലേക്ക് ശരിക്കും എന്താണ് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് മനുഷ്യന്മാരാണ് ഇവിടെ ഇത് വെയിറ്റ് താങ്ങിക്കൊണ്ട് നടക്കുക. പക്ഷെ ഇവിടെ എന്താണ് നമുക്കിവിടെ എന്താണ് വീൽസ് ഉണ്ട്. 3 വീൽസ് യൂസ് ചെയ്ത് ഒരാൾ വണ്ടി കൺട്രോൾ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് മനുഷ്യൻ്റെ എഫേർട്ട് കുറവാണ് വെൻ കമ്പയർഡ് ടു പാലൻക്യൂൻ. സെയിം ആസ് ഇൻ സൈക്കിൾ റിക്ഷ. നെക്സ്റ്റ് വന്നതാണ് ബസ്. ഓക്കെ, അപ്പോൾ ബസ്സിൽ എന്താണ് കുറേ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുക, കുറേ ആൾക്കാരെ കൊണ്ട് നമുക്ക് പോകാവുന്നതാണ്. പിന്നെ എന്താണ് ഡബിൾ ഡെക്കർ ബസ്. മേലത്തെ ഏരിയയിലും നമുക്ക് ആൾക്കാരെ കയറ്റാം, താഴത്തെ ഏരിയയിലും നമുക്ക് ആൾക്കാരെ കയറ്റാം. ഇതാണ് ഡബിൾ ഡെക്കർ ബസ്. പിന്നെ എന്താണ് ഓൾഡസ്റ്റ് കാറിൻ്റെ വിഭാഗത്തിലൊക്കെ വരുന്നതാണ് എന്ത്? ചെയർലോട്ട്. ഓക്കെ, ചെയർലോട്ട്. അപ്പം കൂട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ, എവല്യൂഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് നോക്കാം. How might humans have met these needs before the invention of vehicles? അപ്പം എന്താണ് മനുഷ്യന്മാർ എന്താണ് വാഹനം കണ്ടുപിടിക്കുന്നതിന് മുന്നേ, ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക എന്നാണ്. വാഹനം കണ്ടുപിടിക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് അവർ എന്താണ് അവരുടെ ഗുഡ്സൊക്കെ ക്യാരി ചെയ്തിരുന്നത്, എങ്ങനെയാണ് അവർ ട്രാവൽ ചെയ്തിരുന്നത് എന്നാണ്. ഹൗ മൈറ്റ് ഹ്യൂമൻ ഹാവ് മെറ്റ് ദീസ് നീഡ്സ് ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് വെഹിക്കിൾ. എന്താണ് ഫസ്റ്റ് വൺ? എന്താണ് ഓൺ ഫൂട്ടാണ്. ഓക്കെ, നടക്കുക തന്നെയായിരുന്നു. ഇപ്പം
എത്ര ദൂരം ഉണ്ടെങ്കിലും അവരന്ന് നടന്ന് തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്ത് അവർ നൊമാഡിക് ലൈഫായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. നൊമാഡിക് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചു കാലം ഒരു സ്ഥലത്ത് താമസിക്കും, എന്നിട്ട് അവിടെയുള്ള ഇവർക്ക് ആവശ്യമുള്ള സാധനമൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് മാക്സിമം കിട്ടിക്കഴിയുമ്പോൾ ഇവർ എന്ത് ചെയ്യും? വേറെ ഇവർക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഇവർക്ക് ജീവിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളുള്ള സ്ഥലത്തേക്ക് അവരുടെ ലൈഫ് മൂവ് ചെയ്യുകയും പിന്നെ അവിടെ താമസിക്കുകയും അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിൽക്കാലത്താണ് അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഒരു സ്ഥലത്ത് തന്നെ അവർ താമസിക്കാനും പിന്നെ അവിടെ തന്നെ കൃഷി ചെയ്ത് ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാനും തുടങ്ങിയത്. ആദ്യം ഹ്യൂമൻ ബീങ്സ് എന്തായിരുന്നു? നൊമാഡിക് ലൈഫായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഇവരെന്താണ് നടന്നുകൊണ്ടിരുന്നത്? കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, പിന്നെ ബൈ ക്യാരിങ് ഓൺ ദ ഹെഡ്. പിന്നെ എന്ത് ചെയ്തു? അവർ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, വിൽക്കാനുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ അവർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവരുടെ മിനിമം സാധനങ്ങളൊക്കെ അവർ അവരുടെ തലയിൽ ചുമടായിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ അവർ വേറെ ആനിമൽസിനൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, ട്രാവലിങ്ങിൻ്റെ സമയത്ത് ഒരു പ്ലേസിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ അവരുടെ അഗ്രികൾച്ചർ സ്ഥലത്തേക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ അവർ ആനിമൽസിനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏതൊക്കെ ആനിമൽസിനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ക്യാമൽ, ഡോങ്കി, എലിഫന്റ്, ഹോഴ്സ്. ഓക്കെ, ആദ്യം അവര് തന്നെ നടക്കുകയായിരുന്നു, പിന്നെ അവർ ആനിമൽസിനെ യൂസ് ചെയ്യാൻ തുടങ്ങി. അടുത്ത സെക്ഷനിൽ പോവാം. വാട്ട് വെർ ദ ലിമിറ്റേഷൻ ഓഫ് ദീസ് മെത്തേഡ്സ്? ഈ ലിമിറ്റേഷൻ്റെ കുറവുകൾ എന്തായിരുന്നു? ഓക്കെ, എന്ന് പറഞ്ഞാൽ നല്ല കാര്യം ഉണ്ടാവും, ചീത്ത കാര്യം ഉണ്ടാവും. എന്തൊക്കെയായിരുന്നു ലിമിറ്റേഷൻസ്, കുറവുകൾ എന്തായിരുന്നു? ദ ഗ്രോയിങ് ഡിമാൻഡ് കുഡ് നോട്ട് ബി മെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിമാൻഡുള്ള സാധനങ്ങൾ ഉണ്ടാവും, പക്ഷെ ആ ഡിമാൻഡുള്ള സാധനം പ്രോപ്പറായിട്ട് അവർക്ക് കറക്റ്റ് ടൈമിന് എത്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ല. ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ ആനിമൽസ് അല്ലെങ്കിൽ നടക്കുന്ന കാരണം അവർക്ക് കൂടുതൽ സമയമെടുക്കും. ഓക്കെ, അതാണ് അടുത്ത പോയിന്റ്. ഇറ്റ് ടേക്സ് മോർ ടൈം. പിന്നെ ഫിസിക്കൽ സ്ട്രെയിൻ ഫോർ ബോത്ത് ഹ്യൂമൻ ആൻഡ് ആനിമൽസ്. ആനിമൽസും ഹ്യൂമൻസും ഒരു അളവിൽ പരിധിക്ക് മേലെ അവർ വെയിറ്റ് എടുക്കുമ്പോൾ അവർക്ക് ഫിസിക്കൽ സ്ട്രെയിൻസ് ഉണ്ടാകും. ഓക്കെ, humans developed vehicle to overcome the limitation mentioned above. ഈ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വെഹിക്കിൾസ് ഡെവലപ്പ് വെഹിക്കിൾസിനെ ഇൻവെന്റ് ചെയ്തു. The invention of wheels became the basis change in the field of transportation. അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനിലെ ഫസ്റ്റ് ബേസിക് കാര്യം എന്ന് പറയുന്നത് ഇൻവെൻഷൻ ഓഫ് വീൽസ് ബിക്കം ദ ബേസിസ് ഓഫ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഫസ്റ്റ് വീല് കണ്ടുപിടിച്ചതോടെയാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഗതി മാറിയത് എന്ന് പറയപ്പെടുന്നതല്ല, അതാണ്. ഓക്കെ, അടുത്ത സെക്ഷനിൽ പോവാം. ഫ്രം വീൽ ടു വെഹിക്കിൾ. ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക്. The invention of wheel which changed the lives of human beings did not happen in a single day. ഒറ്റൊരു ദിവസം കൊണ്ടല്ല എന്ത് സംഭവിച്ചത്? വീൽ ടു വെഹിക്കിൾ നടന്നത്. വർഷങ്ങളോളം ഇവരുടെ എവല്യൂഷൻ വഴിയാണ് നടന്നത്. Realizing that rolling object on a rounded wooden log would make it easier to carry, people made wheels by making the log smaller and smaller. അപ്പോൾ റിയലൈസിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. റോളിംഗ് ഓബ്ജക്ട്സ് ഓരോരോ ഓബ്ജക്ട്സ് ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഓൺ റൗണ്ടഡ് വുഡൻ ലോഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഉരുള പോലെ റൗണ്ട് ആയിട്ടുള്ള വുഡൻ ആയിട്ടുള്ള ലോഗിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ഓബ്ജക്ട്സ് റോൾ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഈസിയർ ആയിട്ട് ഇറ്റ് ഈസ് ഈസിയർ ടു ക്യാരി. അപ്പോൾ ഇവർക്ക് ഫിസിക്കൽ സ്ട്രെയിൻ കുറവാണ്. ഓക്കെ, ആദ്യം ഇവരെന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഇവരുടെ തലേൻ്റെ മേലെയായിരുന്നു സാധനം വെച്ചുകൊണ്ടിരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ റൗണ്ടഡ് വുഡൻ ലോഗ്സ് അടിയിൽ വെച്ച് അതിൻ്റെ മേലെ ഓബ്ജക്ട്സ് വെച്ചിട്ട് തള്ളി കൊടുത്തു കഴിയുമ്പം ഇത് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് തള്ളി ഈ പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ വുഡൻ ലോഗ്സ് ഒക്കെ ഇവരെന്ത് ചെയ്യും? ഇതെടുത്തിട്ട് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് ഇവർ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അടുത്തെന്താ? The picture shows the parts of a 4,500-year-old wheel found on the shore of Lake Zurich in Switzerland. Okay, in 1976. ഇത് PSCക്കൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ
4500 വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ച ഒരു വീലിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എവിടെ നിന്നാണ്? സൂറിച്ച്, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് 1976 ഇത് കണ്ടുപിടിച്ചത്. പാർട്ട് ഓഫ് ദിസ് വീൽ മെയ്ഡ് ബൈ മേപ്പിൾ പ്ലാങ്ക്. മേപ്പിൾ എന്ന് പറഞ്ഞ ഒരു മരത്തിന്റെ വുഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇസ് പ്രിസർവ്ഡ് ഇൻ സ്വിസ് നാഷണൽ മ്യൂസിയം. അപ്പൊ എന്താണ്? ഇപ്പൊ അത് എവിടെയാണ് പ്രിസർവ് ചെയ്തിരിക്കുന്നത്? സ്വിസ് നാഷണൽ മ്യൂസിയത്തിലാണ് പ്രിസർവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ എന്താണ്? വീൽസിന്റെ ഒരു എവല്യൂഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഇത് ഫസ്റ്റ് ഉണ്ടായത്, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. അതിൽ എന്താണ്? ഫസ്റ്റ് ഇവര് വുഡൻ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. പിന്നെ എന്താണ്? അവര് അയേൺ ഒക്കെ ഇവിടെ ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്? ഇവിടെ ഇങ്ങനെ ഫുൾ കവേർഡ് ആവുന്നതിന് പകരം ഇവരിവിടെ ഓരോരോ സ്റ്റിക്സ് യൂസ് ചെയ്തു. സെന്ററിൽ ഒരു പോയിന്റ് വെച്ചിട്ട് അവിടുന്ന് സപ്പോർട്ടിങ് സിസ്റ്റം പോലെ സ്റ്റിക്സ് യൂസ് ചെയ്തു. പിന്നെ അതെന്ത് ചെയ്തു? വുഡൻ മാറിയിട്ട് പിന്നെ അവർ എന്തിലേക്ക് വന്നു? ടയേഴ്സിലേക്ക് വന്നു. ഓക്കെ. ഇവിടെ പ്ലാസ്റ്റിക് ടയേഴ്സ്. പിന്നെ എന്താണ്? ഇതിന്റെ എന്താണ്? റിമ്മ് വെച്ചു. ഓക്കെ. ഒരു റിമ്മൊക്കെ വെച്ചിട്ട് പിന്നെയാണ് ഇപ്പോഴത്തെ മോഡേൺ ടൈപ്പ് ഓഫ് വീൽസ് ആണ് ഇത്. ഓക്കെ. ഇതാണ് ഇപ്പോഴത്തെ മോഡേൺ. ഇത് കുറച്ചും കൂടെ പഴക്കം ഉള്ളതാണ്. ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് മെസപ്പൊട്ടോമിയ. ഓക്കെ. The Mesopotamians were believed to have made wheels about 5000 years ago. 5000 വർഷങ്ങൾക്ക് മുന്നേ മെസപ്പൊട്ടോമിയൻസ് ആണ് വീൽ ഉണ്ടാക്കിയത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ. The wheels they made were 3 thick planks. എന്താണ് അവരുണ്ടാക്കിയ വീൽ എന്ന് പറയുന്നത്? made were 3 thick planks joined together with copper nails pierced into the leather straps. ഓക്കെ. എങ്ങനെയാണ്? 3 തിക്കായിട്ടുള്ള മരത്തിന്റെ തടി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? അതിൽ കോപ്പർ നെയിൽസ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. അടിച്ച് താത്തിയിട്ടുണ്ട്. പിയേഴ്സ്ഡ് ഇൻറ്റു ലെതർ സ്ട്രാപ്പ്. ലെതർ സ്ട്രാപ്പ് വെച്ചിട്ട് കോപ്പർ നെയിൽസ് അതിൽ അടിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഇത് Egyptians and Romans improved the wheels further. ഫസ്റ്റ് ആരാണ് കൊണ്ടുവന്നത്? മെസപ്പൊട്ടോമിയൻസ് ആണ് കൊണ്ടുവന്നത്. പിന്നെ ഇംപ്രൂവ് ചെയ്ത ആരൊക്കെയാണ്? ഈജിപ്ഷ്യൻസ് ആൻഡ് Romans improved the wheel further. The Mesopotamian culture was flourished in the regions in and around the present day Iraq. അപ്പൊ എന്താണ്? മെസപ്പൊട്ടോമിയൻ കൾച്ചർ ആണ് ഫ്ലറിഷ് ചെയ്തേക്കുന്നത്. എവിടെയാണ്? ഇൻ ആൻഡ് ഔട്ട് ഓഫ് ഇറാഖ്. This areas lies between rivers of Euphrates and Tigris. The word Mesopotamia means land between two rivers. അപ്പൊ എന്താണ്? മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത് എന്താണ്? ലാൻഡ് ബിറ്റ്വീൻ 2 rivers ആണ്. ഓക്കെ. അപ്പൊ ഏതൊക്കെ റിവേഴ്സ് ആണ്? യൂഫ്രട്ടിസ് ആൻഡ് ടൈഗ്രസ്. ഓക്കെ. ഈ പോർഷൻസ് ഒക്കെ PSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. പിന്നെ ഇതേപോലെ നിങ്ങളുടെ എക്സാമിനും ചോദിക്കാവുന്നതാണ്. ഓക്കെ. അടുത്തത് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ. ഇവിടെ എന്താണ്? 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പിക്ചേഴ്സിൽ എങ്ങനെയൊക്കെയാണ് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ്? വീൽ കാർട്ട് ആരാണ് പിന്നെ മൂവ് ചെയ്യുന്നത്? ഹ്യൂമൺ ആണ് മൂവ് ചെയ്യുന്നത്. കണ്ടോ? ഹ്യൂമൺ ആണ് ഇവിടെ ഈ വീൽ കാർട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്താവും? ഇതിൽ നിന്ന് എന്താണ് സംഭവിക്കുന്നത്? ഹ്യൂമൻസിന് പകരം അവരെന്താണ്? ഡിഫറെന്റ് ആനിമൽസിനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആനിമൽസിനെ യൂസ് ചെയ്ത് ബുള്ളിനെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അവരുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണ്? ആനിമൽസ്. ഇവിടെ ആനിമൽസിന് ബുൾസിന് പകരം ഡോങ്കി, എലിഫന്റ്, ഹോഴ്സ്, അതിനൊക്കെ ക്യാമൽസിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹ്യൂമൺ ഇവിടെ നിന്ന് ആനിമൽസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ആനിമൽസ് ഈ കാട്ട് വീല് വലിച്ചുകൊണ്ട് പോകും. നെക്സ്റ്റ് എന്ത് സംഭവിച്ചു? സൈക്കിൾ റിക്ഷന് മുന്നേ ആനിമൽസിന് തന്നെ യൂസ് ചെയ്യും. സൈക്കിൾ റിക്ഷ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സാധനവും കൂടെ, ഒരു വീലും കൂടെ വരും. അതിന് പകരം എന്ത് ചെയ്തു? ആനിമൽസ് ആയിട്ടുള്ള ഹോഴ്സിനെ യൂസ് ചെയ്തിട്ട് ബാക്കിൽ 2 വീല് വെച്ചിട്ട് ഹ്യൂമൻ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഹ്യൂമൻസിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സീറ്റിംഗ് ഉണ്ട്. ഇവിടെ മനുഷ്യന്മാർക്ക് ഇരുന്നിട്ട് ട്രാൻസ്പോർട്ടേഷനെ യൂസ് ചെയ്തിരുന്നു. പിന്നെ എന്താണ്? പിന്നെ അതുപോലെ തന്നെ എന്താണ്? അവരുടെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ഒക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഹ്യൂമൻ കൺട്രോൾ ചെയ്തിട്ട് ആനിമൽസിനെ യൂസ് ചെയ്തിട്ടാണ് അവർ ട്രാൻസ്പോർട്ടേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ. അടുത്ത സെക്ഷൻ
നോക്കാം. ഇത് ഇമേജസ് ഗിവൺ ഷോ ഹൗ വീൽസ് വെയർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ എന്താണ് ആ ഇമേജസ് നിന്ന് എന്താണ് വീൽസ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇൻ ദ പാസ്റ്റ് വാട്ട് ഇൻഫോർമേഷൻ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദീസ്. എന്തൊക്കെ ഇൻഫോർമേഷൻ ആണ് നമുക്ക് ആ ചിത്രങ്ങളിലൂടെ കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് വീൽഡ് കാർഡ്സ് വെയർ പുൾഡ് ബൈ ഹ്യൂമൻസ്. ഫസ്റ്റ് ചിത്രത്തിൽ എന്താണ് മനുഷ്യന്മാരാണ് വീൽഡ് കാർഡ്സ് പുൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം എന്താണ് വീൽഡ് കാർഡ്സ് വെയർ പുൾഡ് ബൈ ആനിമൽസ്. ആനിമൽസ് ആയി, ആദ്യം ഹ്യൂമൻസ് പുൾ ചെയ്യായിരുന്നു, പിന്നെ അത് ആനിമൽസ് ആയി, പിന്നെ എന്താണ് വീൽഡ് കാർഡ് വെയർ പുൾഡ് ബൈ ആനിമൽസ് വിത്ത് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ഹ്യൂമൻ. മനുഷ്യന്മാരുടെ ഇൻസ്ട്രക്ഷൻ മൂലം ആനിമൽസിനെ ട്രെയിൻ ചെയ്തിട്ട് ആനിമൽസ് അത് പുൾ ചെയ്യായിരുന്നു. ലാസ്റ്റ് ആണ് എന്താ വീൽഡ് കാർഡ്സ് വെയർ പുൾഡ് ബൈ ആനിമൽസ് ടു ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്കൊക്കെ അത് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് നോക്കിയാലോ. Earlier, both human-drawn and animal-drawn wheel carts were used for various purposes for transportation. അപ്പോൾ എന്താണ് ആദ്യം മനുഷ്യന്മാർ വലിക്കുന്നതും അതേപോലെ ആനിമൽസ് വലിക്കുന്നതും വീൽ കാർട്സ് ആണ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. Such wheel carts were used to transport goods for moving humans from one place to another. എന്താണ് ഗുഡ്സിനെയും അതേപോലെ എന്താണ് മനുഷ്യന്മാരെയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ലേറ്റർ the fuel powered machines were invented. ഇതിന് ശേഷമാണ് എന്താണ് ഫ്യൂവൽ ഇന്ധനം യൂസ് ചെയ്തിട്ടുള്ള വണ്ടികൾ ഇൻവെന്റ് ചെയ്തത് അല്ലെങ്കിൽ മെഷീൻസ് ഇൻവെന്റ് ചെയ്തത്. അപ്പൊ എന്താണ് ഫസ്റ്റ് ഹ്യൂമൻസ് ആയിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്, പിന്നെ വന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യൂവൽ പവേർഡ് മെഷീൻസ്. ഓക്കെ, ഫ്യൂവൽ പവേർഡ് മെഷീൻസ്. The advent of mechanized vehicles, there have been big changes in the field of transportation. അപ്പോൾ എന്താണ് ഫ്യൂവൽ പവേർഡ് മെഷീൻസ് വന്നപ്പോഴത്തേക്കും ബിഗ് ചേഞ്ചസ് ഉണ്ടായി. ഓക്കെ, ബിഗ് ചേഞ്ചസ്, വളരെ മാറ്റമുണ്ടായി. എന്താണ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ഗ്രാജുവലി ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ came into practice to move goods and people from one place to another. Draw pictures showing the progress of transportation from the wheel to the vehicle and conduct exhibition in your class. അപ്പോൾ എന്താണ് കൂട്ടുകാരെല്ലാം ഓരോരോ ചിത്രം വരയ്ക്കുക. ഫസ്റ്റ് എന്താണ് ഒരു 2 വീല് വെച്ചിട്ട് മനുഷ്യന്മാർ തള്ളുന്ന പിക്ചർ കൊടുക്കാം നിങ്ങൾക്ക്, അതേപോലെ ആനിമൽസിന് യൂസ് ചെയ്തിട്ടുള്ള കൊടുക്കാം, പിന്നെ എന്താണ് സൈക്കിൾ റിക്ഷേൻ്റെ കൊടുക്കാം. അങ്ങനെ ഓരോരോ പിക്ചേഴ്സ് കൂട്ടുകാർക്ക് എല്ലാവരും കമ്പൈൻ ചെയ്ത് വരച്ചിട്ട് നിങ്ങളുടെ ക്ലാസ്സിലൊരു എക്സിബിഷൻ നടത്താവുന്നതാണ്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോവാം. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോഴാണ് നമ്മുടെ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ മോഡേൺ ട്രാൻസ്പോർട്ടേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പഠിക്കുന്നത്. ഇത്രയും കാലം എങ്ങനെയായിരുന്നു നമ്മൾ വീൽസ് യൂസ് ചെയ്തിട്ട് 2 വീൽസ്, പിന്നെ എന്താണ് 3 വീൽസ്, പിന്നെ അതിന് മുന്നേ എന്തായിരുന്നു ആനിമൽസിനെ യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ്. ഏതൊക്കെയാണ് ക്യാമൽ, ഡോങ്കി, ഹോഴ്സ്, എലിഫൻറ്റ്, ബുള്ള്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ടത്. ആ ഏൻഷ്യൻ പീരീഡിൽ ഹ്യൂമൻസ് ആയിരുന്നു, പിന്നെ ആനിമൽസിനെ യൂസ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു വീൽസിനെ യൂസ് ചെയ്തു. 3 വീൽസ് യൂസ് ചെയ്തിട്ട് അവർ വീൽ കാർട്ട് ഉണ്ടാക്കി. ഓക്കെ, ഇപ്പം എങ്ങനെയാണ് മെഷീൻ പവേർഡ് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ മെഷീൻ പവേർഡ് ഫ്യൂവൽ പവേർഡ് മെഷീൻസ് ആണ്, ഫ്യൂവൽ പവേർഡ് മെഷീൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ എക്സാമിനൊക്കെ ചോദിക്കാവുന്നതാണ്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, ഏതൊക്കെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണുള്ളത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഏതാണ് റോഡിലൂടെ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ മണ്ണിലൂടെ പോകുന്ന ട്രാൻസ്പോർട്ടേഷൻ. നെക്സ്റ്റ് വൺ എന്താണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളത്തിലൂടെ. ഓക്കെ, പിന്നെ എന്താണ് എയർ ട്രാൻസ്പോർട്ടേഷൻ, എന്താണ് വായുവിലൂടെ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ലാൻഡ് ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ 2 ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് റോഡ് ട്രാൻസ്പോർട്ടേഷൻ, 2 റെയിൽ ട്രാൻസ്പോർട്ടേഷൻ. റോഡ് ട്രാൻസ്പോർട്ടേഷൻ്റെ എക്സാമ്പിൾ എന്താണ് ബസ്, കാറ്, ഓക്കെ സൈക്കിൾ, ബൈക്ക്, അതൊക്കെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. റെയിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ എക്സാമ്പിൾ എന്താണ് ട്രെയിൻ ആണ്. ഓക്കെ, ഇൻലാൻഡ് ആൻഡ് മെരിടൈം ട്രാൻസ്പോർട്ടേഷൻ. ഇൻലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് വാട്ടറിൽ തന്നെ. ഇപ്പോൾ ഒരു എക്സാമ്പിളിന്
ആലപ്പുഴയിൽ കുറേ വാട്ടർ ബോഡീസ് ഉണ്ട്. അപ്പോൾ ആ വാട്ടർ ബോഡീസിൻ്റെ ഉള്ളിൽ കൂടെ ആലപ്പുഴ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കൂടെ മാത്രം വാട്ടർ ട്രാൻസ്പോർട്ട്, ആലപ്പുഴയിൽ തന്നെ ഡിഫറെൻറ്റ് ഏരിയാസിലേക്ക് അവർ ബോട്ട് യൂസ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുക. മെരിടൈം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റർനാഷണൽ ലെവൽ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് വയ ഷിപ്സ്, വലിയ ഷിപ്പുകൾ യൂസ് ചെയ്തിട്ട് ഇന്റർനാഷണൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റർനാഷണൽ ബോർഡേഴ്സ് ഒക്കെ ക്രോസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ഷിപ്സിനെയൊക്കെയാണ് നമ്മൾ മെരിടൈം ട്രാൻസ്പോർട്ട് എന്ന് പറയുക. പിന്നെ നാഷണൽ എയർവേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നാഷനിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എയറോപ്ലെയിൻസ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്സിനെയാണ് നമ്മൾ നാഷണൽ എയർവേസ്. നാഷണൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൻ്റെ ഉള്ളിൽ മാത്രം മൂവ് ചെയ്യുന്ന എയർക്രാഫ്റ്റ്സിനെ നമ്മൾ നാഷണൽ എയർവേസ് അല്ലെങ്കിൽ നാഷണൽ എയർക്രാഫ്റ്റ്സ് എന്ന് പറയും. ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഒരു കൺട്രിയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ഡിഫറെൻറ്റ് കൺട്രീസിലേക്ക്, ഒരു കൺട്രിയിൽ നിന്ന് ഇന്റർനാഷണൽ ബോർഡേഴ്സ് മാറി വേറൊരു കൺട്രിയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഇന്റർനാഷണൽ എയർവേസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കൂട്ടുകാർ ഇതെല്ലാം പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈസിയാണ്. ഓക്കെ, അടുത്തത് നോക്കാം. റോഡ് ട്രാൻസ്പോർട്ടേഷൻ. Road transport. Don't we need roads for smooth movement of vehicle? Observe the images given below regarding the formation of roads. അപ്പോൾ എന്താണ് roads, different type. അത് ആദ്യം എന്താണ്, സിംഗിൾ ട്രാക്ക്, ഒറ്റൊരു ട്രാക്ക്, മനുഷ്യന്മാർ നടന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ എന്താണ്, അത് കുറച്ചും കൂടെ വീതി വെച്ചു, അവരുടെ വീൽസ് ഒക്കെ വെച്ച് ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വീതിയും വെച്ചു. ഓക്കെ, അതാണ് മഡ് പാത്ത്. പിന്നെ അതിന് ശേഷം എന്താക്കി, കല്ലുകൾ പതിപ്പിച്ചു, സ്റ്റോൺ പേവ്ഡ് പാത്സ്. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡിൽ പോകാം, ടൈം കുറച്ച് അധികം എടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത എന്താണ്, കോൺക്രീറ്റ് ചെയ്തു. പിന്നെ എന്താണ്, ടാർഡ് റോഡ്സ്. ആദ്യം മൺപാതയായിരുന്നു, അതിനുശേഷം എന്താക്കി, കല്ലുകൾ പതിപ്പിച്ചു, പിന്നെ കോൺക്രീറ്റ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, ടാർ ചെയ്തു. സിംഗിൾ ട്രാക്ഡ് പാത്സ് ആൻഡ് മഡ് പാത്സ് വെയർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഏൻഷ്യൻ ടൈംസ്. അപ്പോൾ എന്താണ്, സിംഗിൾ ട്രാക്കും മഡ് പാത്തും ആധുനിക കാലത്ത് ഉണ്ടായിരുന്നതാണ്, പഴയ കാലത്ത് ഉണ്ടായതാണ്. ഓവർ ദ പാസേജ് ഓഫ് ടൈം സ്റ്റോൺ പേവ്ഡ് പാത്സ്, കോൺക്രീറ്റ് ആൻഡ് ടാർഡ് പാത്സ്. ഓക്കെ, അടുത്തത് മെക്കാഡം റോഡ്സ് ആണ്. അപ്പം എന്താ നമുക്ക് നോക്കാം. സ്കോട്ടിഷ് എഞ്ചിനീയർ JL McAdams pioneered the modern type of road constructions around 1820. The roads constructed using crushed stone leveled by road roller machines are known as macadam roads. എന്താണ്, 1820കളിൽ സ്കോട്ടിഷ് എഞ്ചിനീയർ ആയിട്ടുള്ള മെക്ആഡംസ് എന്ന് പറയുന്ന എഞ്ചിനീയർ ഒരു ടൈപ്പ് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ ചെയ്തു. എന്താണ് അയാൾ ചെയ്തത്, സ്റ്റോൺസ് ക്രഷ് ചെയ്തിട്ട് ആ പൗഡർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാവൽ ടൈപ്പിൽ റോഡ് റോളർ വെച്ച് ലെവൽ ചെയ്തു. അതിനെയാണ് നമ്മൾ മെക്കാഡം റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, our country has a wide network of road consisting of rural roads. Okay, rural roads എന്ന് പറഞ്ഞാൽ എന്താ, വില്ലേജസ് കണക്ട് ചെയ്യുന്നതാണ്. സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സംസ്ഥാനത്തിലൂടെ പാസ് ചെയ്തു പോകുന്ന ഹൈവേ റോഡ്സ് ആണ്. പിന്നെ നാഷണൽ ഹൈവേസ് എന്താണ്, സ്റ്റേറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളതാണ് നാഷണൽ ഹൈവേസ്. പിന്നെ എന്താണ്, എക്സ്പ്രസ് ഹൈവേസ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്പ്രസ് ഹൈവേസിൽ ഹൈ സ്പീഡായിട്ടുള്ള ലോങ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിൾസിന് മാത്രം മൂവ് ചെയ്യും. അപ്പം എന്താണ്, അവർ നാഷണൽ ഹൈവേസിലോ സ്റ്റേറ്റ് ഹൈവേസിലോ കയറാതെ ഈ എക്സ്പ്രസ് ഹൈവേയിൽ മാത്രം അവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് അവർക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. അതാണ് എക്സ്പ്രസ് ഹൈവേസ്. ഇവിടെ എന്താണ്, സ്പീഡുള്ള വണ്ടികളാണ് കൂടുതൽ പോവുക. ഇന്ത്യ ഹാസ് ഇത് സെക്കൻഡ് ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് ഇൻ ദ വേൾഡ്. നമ്മുടെ എന്താണ്, വേൾഡ് മൊത്തം കമ്പയർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് ആർക്കാണുള്ളത്, ഇന്ത്യക്കാണ് ഉള്ളത്. റോഡ് ട്രാൻസ്പോർട്ട് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എൻഷുറിങ് ദ സോഷ്യോ എക്കണോമിക് ഓഫ് എ കൺട്രി. അപ്പം എന്താണ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് എന്താണ്, അതിൻ്റെ ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് റോഡ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും സ്പീഡായിട്ട് എന്താണ്, എക്കണോമിക് ആയിട്ടുള്ള സാധനങ്ങൾ
അല്ലെങ്കിൽ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് എക്കണോമിക് ഗ്രോത്ത് കൺട്രിയിൽ ഉണ്ടാകുള്ളൂ. ഓക്കെ, അടുത്ത നോക്കാം. മേജർ ഹൈവേസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മേജർ ഹൈവേസ് എന്ന് പറയുന്നത് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്ന് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ക്വാഡ്രിലാറ്ററൽ, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നാണ് ഒന്നാമത്തേന്റെ പേര്. രണ്ടാമത്തേന്റെ എന്താണ്? നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്. അത് ഈസിയാണ്. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എന്താണ്? നമുക്കിപ്പോൾ ഇന്ത്യ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ സ്റ്റേറ്റ്സ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന്. ഒന്ന് ഡൽഹി, ഓക്കെ. സെക്കൻഡ് വൺ എന്താണ്? കൊൽക്കത്ത. നെക്സ്റ്റ് വൺ എന്താണ്? ചെന്നൈ. പിന്നെ എന്താണ്? മുംബൈ. ഓക്കെ, മുംബൈ. ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡൽഹി, കൊൽക്കത്ത, മുംബൈ ആൻഡ് ചെന്നൈ. ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ ആൻഡ് മുംബൈ ഇത്രയും കണക്ട് ചെയ്യുന്ന ഒരു മേജർ ഹൈവേ, നാഷണൽ ഹൈവേനെയാണ് നമ്മൾ എന്ത് പറയുക? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് നാഷണൽ ഹൈവേസ്. നാഷണൽ ഹൈവേകളുടെ നെറ്റ്വർക്കാണ്. അപ്പോൾ ഒരു കണക്ഷൻ ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പോൾ അതെന്താണ്? അത് എന്തിനാണ് മേജറായിട്ട്? ഇന്ത്യസ് മേജർ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഹബ്. ഓക്കെ, this route passes through Delhi, Kolkata, Mumbai and Chennai and covers 12 states. 12 states cover ചെയ്യുന്നതും ഉണ്ട്. ഓക്കെ, അപ്പം ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെ മനസ്സിൽ എന്താണ് വരേണ്ടത്? അത് മെയിനായിട്ട് നാഷണൽ ഹൈവേസ് കണക്ട് ചെയ്യുന്നതാണ്. അത് മേജറായിട്ട് എന്ത് ആക്ടിവിറ്റീസിനാണ് ഈ കണക്ഷൻ? മേജർ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ ഹബ്ബാണ്. പിന്നെ ഏതൊക്കെ സ്റ്റേറ്റ്സ് ഒക്കെയാണ് കണക്ട് ചെയ്യുന്നത്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ ആൻഡ് ചെന്നൈ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്. അത് ഈസിയാണ്. ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട്. നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നോർത്ത് ഡൽഹി, സൗത്ത് എന്താണ്? കന്യാകുമാരി. പിന്നെ ഈസ്റ്റ് വെസ്റ്റ്, ഓക്കെ, ഗുജറാത്ത്, പോർബന്ദർ ഗുജറാത്ത്. പിന്നെ എന്താണ്? ഇവിടെ സിൽച്ചാർ, ആസാം. ഓക്കെ, ഈ ഒരു ഏരിയ ഈസ്റ്റ് വെസ്റ്റും നോർത്ത് സൗത്തും കണക്ട് ചെയ്യുന്നത്. ദ നോർത്ത് സൗത്ത് കോറിഡോർസ് കണക്ട് ശ്രീനഗർ വിത്ത് കന്യാകുമാരി. കണ്ടോ, മേലെ ശ്രീനഗറും താഴെ കന്യാകുമാരിയും. അതേപോലെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ് കണക്ട് സിൽച്ചാർ. ഓക്കെ, സിൽച്ചാർ ആൻഡ് പോർബന്ദർ ഇൻ ഗുജറാത്ത്. ഓക്കെ, ഈസിയാണ്. നിങ്ങൾ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണെന്നും പിന്നെ കണക്ഷൻ ചെയ്യുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെയാണെന്നും കുറച്ച് പഠിച്ചു വെച്ചാൽ മാത്രം മതി. അടുത്തത് നോക്കാം. Observe the picture showing the evolution of wheeled vehicles. Discuss and prepare notes regarding the changes on road transport. അപ്പോൾ റോഡ് ട്രാൻസ്പോർട്ട്സിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ ഉണ്ടായ എവല്യൂഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഡിസ്കസ് ചെയ്തിട്ട് എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് വെഹിക്കിൾസ് ആൻഡ് റോഡ്സ്, ഓൾഡ് ആൻഡ് ന്യൂ, മേക്ക് ആൻ ആൽബം ആൻഡ് ഡിസ്പ്ലേ ഇൻ യുവർ ക്ലാസ്. അപ്പം എന്താണ്? നിങ്ങളുടെ കയ്യിലുള്ള കുറേ പിക്ചേഴ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് ഓരോ മാഗസിൻസിൽ നിന്നൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിക്ചേഴ്സ് കിട്ടും. അപ്പോൾ ആ പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് കൂട്ടുകാരോട് ആൽബം ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മേലെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ്? നമ്മുടെ ഇപ്പോഴത്തെ എവല്യൂഷൻ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് എന്താ നോക്കിയാലോ. ഫസ്റ്റ് എന്താണ്? ആൻഷ്യന്റ് ഓർ മിഡീവിയൽ പീരീഡിൽ എന്തായിരുന്നു? കാർട്ട് വീൽ ട്രാൻസ്പോർട്ട് ആയിരുന്നു. കാർട്ട് വീൽ എന്ന് പറഞ്ഞാൽ എന്താ? മരം കൊണ്ട് വീൽ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ മെയിനായിട്ട് നടന്നിരുന്നത്. ഫസ്റ്റ് കാർട്ട് വീലാണ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ് ഓർ മെറ്റൽ. ദീസ് ആർ പ്രൈമറി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് പീപ്പിൾ. അപ്പോൾ എന്താണ്? കാർട്ട് വീലായിരുന്നു ഫസ്റ്റ് മനുഷ്യന്മാരെയും അതേപോലെ ഗുഡ്സിനെയും കൊണ്ടുപോകാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്ത് യൂസ് ചെയ്തു? ആനിമൽ പവേർഡ്. അപ്പോൾ എന്താ? ആനിമലിനെ യൂസ് ചെയ്തിട്ട് വീൽ യൂസ് ചെയ്തിട്ടാണ് എന്താണ് പീപ്പിളിനെയും ഗുഡ്സിനെയും മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഏതൊക്കെ ആനിമൽസ് ആണ്? ഹോഴ്സ്, ഓക്സൻ, ഡോങ്കീസ് എക്സെട്ര. ഓക്കെ, പിന്നെ എന്താണ്? സ്ലോ സ്പീഡ്. ആവറേജ് സ്പീഡ് വാസ് അറൌണ്ട് 5 to 10 കിലോമീറ്റേഴ്സ് ആയിരുന്നു. പിന്നെ ലിമിറ്റഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെയാണ്. ആൻഷ്യൻ പീരീഡിൽ എങ്ങനെയായിരുന്നു? ഒന്നെങ്കിൽ കാർട്ട് വീൽ അല്ലെങ്കിൽ ആനിമൽ പവേർഡ് ആയിരുന്നു. ഓക്കെ, അതിന് എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? സ്ലോ സ്പീഡായിരുന്നു, സ്പീഡ് കുറവായിരുന്നു. ലിമിറ്റഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൾക്കായിട്ട് നമുക്ക് വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു, നമുക്കത് കൊണ്ടുപോകുന്നതിനൊരു പരിമിതി ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് ആൻഷ്യൻ
കാർട്ട് വീൽ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സംഭവിച്ചത്? മോഡേൺ ട്രാൻസ്പോർട്ടേഷൻ. മോഡേൺ ട്രാൻസ്പോർട്ടേഷനിൽ മെയിനായിട്ട് എന്തൊക്കെയാണ്? ഓട്ടോമൊബൈൽസ് ലൈക്ക് കാർ, ബസ്, ട്രക്സ്, അങ്ങനത്തെ മെഷീൻ ഫ്യൂവൽ നിറച്ചിട്ടുള്ള വെഹിക്കിൾസ് ആണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ എന്താണ്? റെയിൽവേസ്. ഓക്കെ, പിന്നെ എയറോപ്ലെയിൻസ്, എയറിലൂടെ പോകുന്നത്. പിന്നെ മെരിടൈം ട്രാൻസ്പോർട്ട്, ഷിപ്സ്. ഇവരൊക്കെ എന്താണ്? ഹൈ സ്പീഡാണ്. പിന്നെ എന്താണ്? ബൾക്കായിട്ട് ആൾക്കാരെയും ഗുഡ്സിനെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ചേഞ്ചസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രം ആൻഷ്യൻ പീരീഡ് ടു മോഡേൺ പീരീഡ്. ഓക്കെ, നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ എഴുതാവുന്നതാണ്. അടുത്ത നമുക്ക് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്. റോഡ് ട്രാൻസ്പോർട്ടിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ എന്താണ്? റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്. എന്താണ്? എക്സ്പെൻസ് കുറവാണ്. ആക്സസിബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ. എല്ലാ ആൾക്കാർക്കും എന്താണ്? അത് യൂസ് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് ട്രിപ്സ്. ചെറിയ ചെറിയ ട്രിപ്പുകൾക്ക് എന്താണ്? റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ബെസ്റ്റ്. കണക്ട് വിത്ത് ലോക്കൽ കൾച്ചർ, ഫുഡ് ആൻഡ് പീപ്പിൾ. അപ്പം എന്താണ്? ഷോർട്ട് ട്രിപ്സിലൂടെ നമുക്കിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ കൾച്ചർ, അവിടുത്തെ ഫുഡ്, അവിടുത്തെ ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താ? ഡോക്യുമെന്റ് യുവർ ജേർണി ത്രൂ ഫോട്ടോസ്, ജേർണൽസ് ആൻഡ് വീഡിയോസ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് എന്താണ്? ഈ റോഡ് ട്രിപ്സ് ആകുമ്പോൾ നിർത്തി പോകാൻ പറ്റും. നമുക്ക് എന്താണ്? അവിടുത്തെ ഫോട്ടോസ് ഒക്കെ എടുക്കാനും പറ്റും. വീഡിയോസ് ഒക്കെ കവറപ്പ് ചെയ്ത് നമുക്കത് പിന്നീട് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത നോക്കിയാലോ? റെയിൽ ട്രാൻസ്പോർട്ട്. അപ്പം നമ്മൾ ഇത്രയും നേരം റോഡ് ട്രാൻസ്പോർട്ടിനെ പറ്റിയിട്ടും അതിൻ്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ആണ് നോക്കുന്നത്. റെയിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലാൻഡ്, ഇപ്പം നമ്മൾ ലാൻഡിൽ കൂടെ പോകുന്നതിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് റോഡ്, ഒന്ന് റെയിലും. അപ്പം റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പം എന്താണ്? ട്രെയിൻ ആണ് അതിൻ്റെ മെയിൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം. The sight of train arouses the curiosity of people of all age group. The train എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. എന്താണ്? ലാൻഡിൽ കൂടെയുള്ള ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെയിൻ അല്ലെങ്കിൽ റെയിൽവേ ആണ്. The railway system was launched first in Britain. എവിടെയാണ് ഫസ്റ്റ് പിന്നെ ട്രെയിൻ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇതാക്കിയത്? ബ്രിട്ടനിലാണ്. ഓക്കെ, PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ എന്താണ്? The locomotive train came into being with the invention of steam engine. ഓക്കെ, അതിനുശേഷം എന്താ? കൽക്കരി കത്തിച്ചിട്ട് അതിൻ്റെ സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് എന്താ? ട്രെയിൻ ഫസ്റ്റത്തെ കാലങ്ങളിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് എവിടെയാണ് കണ്ടുപിടിച്ചത്? ബ്രിട്ടനിലാണ്. പിന്നെ ഫസ്റ്റത്തെ ട്രെയിൻ എങ്ങനെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്? സ്റ്റീം എഞ്ചിൻ യൂസ് ചെയ്തിട്ടാണ്. In 1825, George Stephenson built the first locomotive train engine in Britain. അപ്പോൾ ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ ആണ് ഫസ്റ്റ് ലോക്കോമോട്ടീവ് ട്രെയിൻ എഞ്ചിൻ കണ്ടുപിടിച്ചത്. കോൾ വാസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. അപ്പോൾ എന്താണ്? കോൾ കത്തിച്ചിട്ട് അതിൻ്റെ സ്റ്റീം വെച്ചിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കോൾ, കൽക്കരിയാണ് ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്തത്. ലേറ്റർ ഡ്യൂ ടു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് പിന്നെ എന്ത് വന്നു? ഡീസൽ എൻജിൻസ് ആൻഡ് ഇലക്ട്രിക്കൽ എൻജിൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്? കോള് കത്തിച്ചിട്ട് ബ്രിട്ടനിലാണ് ഫസ്റ്റ് ഒരു ട്രെയിൻ പുറത്തിറക്കിയത്. അതാരാണ്? ജോർജ് സ്റ്റീഫൻസൺ ആണ്. ഏത് വർഷമാണ്? 1825. ഓക്കെ, അതിനുശേഷം വന്നതാണ് എന്ത്? ഡീസൽ എൻജിൻസും ഇലക്ട്രിക്കൽ എൻജിൻസും. ഓക്കെ, ഇത്രയും പോയിന്റ്സ് മാത്രം ഈ ഒരു കാര്യത്തിൽ പഠിച്ചാൽ മതി. ഓക്കെ, അടുത്തത് നോക്കാം. In 1825, the world first railway track was built connecting two cities. അപ്പോൾ ഏതൊക്കെ സിറ്റീസ് തമ്മിലാണ് ഫസ്റ്റ് റെയിൽവേ ട്രാക്ക് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന്? ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റോക്ടൺ ടു ഡാർലിംഗ്ടൺ. ഓക്കെ, സ്റ്റോക്ടൺ ടു ഡാർലിംഗ്ടൺ എന്ന് പറയുന്ന ഈ രണ്ട് സിറ്റീസ് കണക്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് ട്രെയിൻ ട്രാവൽ ചെയ്തത്. ഇൻ ഇംഗ്ലണ്ടിലാണ്. The world's rail transport commenced by running the locomotive Stephenson's Rocket. Okay, first the train പേരാണ് Stephenson's Rocket built by George Stephenson. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു എന്താണ്? കോൾ ഉപയോഗിച്ചിട്ട് കോൾ ബേൺ ചെയ്തിട്ട് കോൾ ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റത്തെ ട്രെയിൻ മൂവ് ചെയ്തത്. ഓക്കെ, അത് കണ്ടുപിടിച്ച ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കണക്ട് അതിൻ്റെ റെയിൽവേ ട്രാക്ക് കണക്ട് ചെയ്യുന്ന രണ്ട് സിറ്റീസ് ഏതൊക്കെയാണ്? സ്റ്റോക്ടൺ ആൻഡ് ഡാർലിംഗ്ടൺ. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, അടുത്തത് നോക്കാം.
ഇവിടെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് കാണാം. ട്രെയിനിന്റെ കുറച്ച് പിക്ചേഴ്സ് കാണാം. ഇവിടെ കണ്ടോ, ഇവിടെ കൽക്കരിയാണ് ഇതിൽ നിറച്ചിരിക്കുന്നത്. ഈ കൽക്കരി ബേൺ ചെയ്തിട്ട് ആ സ്റ്റീം യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റത്തെ ട്രെയിൻ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഇതെന്താണ്, ഒരു ബോഗി പോലെ ഒരു ട്രെയിനിന്റെ പാർട്ട് ഇവിടെ ഉണ്ട്. അത് ആരാണ് വലിക്കുന്നത്? ആനിമൽസ് ആണ്, ഹോഴ്സ് ആണ് വലിക്കുന്നത്. പിന്നെ ഇവിടെ അതേപോലെ തന്നെ സ്റ്റോക്ടൺ, ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ സ്റ്റോക്ടൺ ടു ഡാർലിംഗ്ടൺ. അപ്പം രണ്ട് സിറ്റീസ് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സ്റ്റോക്ടൺ എന്ന് പറയുന്ന സിറ്റിയിൽ നിന്ന് ഡാർലിംഗ്ടണിലേക്ക് പോകുന്ന റെയിൽവേ ട്രാക്ക് നമുക്കിവിടെ കാണാം. കോൾ ബേൺ ചെയ്തിട്ട് സ്റ്റീമിന്റെ ബേസ് ചെയ്തിട്ട് ട്രെയിൻ മൂവ് ചെയ്യുന്നതും കാണാം. ഓക്കെ, നാലാമത് ഇവിടെ നമുക്കൊരു എന്താണ്, എൻജിൻ പവേർഡ് ട്രെയിൻ കാണാം. ഇവിടെയും അതേപോലെ ഒരു എൻജിൻ പവേർഡ്, ഇത് രണ്ടും എൻജിൻ പവേർഡ് ആണ്. അപ്പൊ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ നോക്കാം. എന്താണ്, observe the picture and write the characteristics of train of different eras. ഇത് ഓരോ എറയിൽ ഉള്ള ട്രെയിൻസ് ആണ്. ഫസ്റ്റ് വൺ എന്താണ്, ട്രെയിൻ ക്യാരിങ് കോൾ. രണ്ടാമത്തെ എന്താണ്, ഹോഴ്സ് പുൾഡ് കാരേജ്. ഓക്കെ, തേർഡ് വൺ എന്താണ്, കോൾ ട്രെയിൻസ് ആണ്. ഓക്കെ, നാലാമത്തെ എന്താണ്, ഡീസൽ ട്രെയിൻസ് ആണ്. അഞ്ചാമത്തത് ഇലക്ട്രിക് ട്രെയിൻസ് ആണ്. ആറാമത്തത് ബുള്ളറ്റ് ട്രെയിൻസ് ആണ്. ഓക്കെ, കൂട്ടുകാർക്ക് ഈ ചിത്രങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് നമുക്ക് നോക്കാം. It was the British who started rail transport in India. അപ്പോൾ ഇന്ത്യയിൽ ആരാണ് ഈ റെയിൽവേ അല്ലെങ്കിൽ ട്രെയിൻ എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നത്? ആരാണ് ഇന്ത്യയിൽ? ബ്രിട്ടീഷുകാരാണ്. ഓക്കെ, ബ്രിട്ടീഷുകാരാണ്. They transported the raw materials and natural resources from India to Europe by sea. അപ്പോൾ എന്താണ്, അവര് ട്രാൻസ്പോർട്ട് ചെയ്യായിരുന്നു. എന്താണ്, റോ മെറ്റീരിയൽസ് അതേപോലെ നാച്ചുറൽ റിസോഴ്സസ് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് അവർ കടൽ മാർഗം കടത്തുകയായിരുന്നു. Rail transport in India was started as a means of transport these goods and natural resources to different ports. ഓക്കെ, അപ്പം ഓരോ കടൽ തീരങ്ങളിലേക്ക് ഇവർക്ക് എന്താണ്, റോ മെറ്റീരിയൽസും അതേപോലെ നാച്ചുറൽ റിസോഴ്സും കടൽ തീരം വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ട്രെയിനിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് ട്രെയിൻ അല്ലെങ്കിൽ റെയിൽവേ എന്ന് പറയുന്നൊരു ആശയം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനം ഇന്ത്യയിലേക്ക് ഫസ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ഇന്ത്യസ് ഫസ്റ്റ് റെയിൽവേ എവിടെയായിരുന്നു? ബോംബെയിലായിരുന്നു. നൗ മുംബൈ ടു താനെ. ഓക്കെ, താനെ വരെയാണ്. 1853 ഫസ്റ്റ് ഇന്ത്യയിലെ റെയിൽവേ വരുന്നത്. ഫസ്റ്റ് റെയിൽവേ ഇൻ കേരള എവിടെയാ? ബേപ്പൂർ ടു തിരൂർ. എപ്പോഴാണ്? 1861. ഇന്ത്യയിൽ മുംബൈയിൽ എപ്പോഴാണ്? 1853. ഇത് 1861. ഓക്കെ, പിന്നെ അടുത്തത് നോക്കാം. The railway is the mode of transport that people mainly rely on their daily travel transportation of goods and leisure trips. അപ്പോൾ ട്രെയിൻ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ റെയിൽവേ നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ എന്തിനാണ്? ഡെയിലി ട്രാവൽ, ഡെയിലി ഓഫീസിലേക്ക് പോകാനും സ്കൂളിലേക്ക് പോകാനും യൂസ് ചെയ്യാണ്ട്. പിന്നെ എന്തിനാണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഓക്കെ, പിന്നെ എന്താണ്? ലെഷർ ട്രിപ്സ്, ടൂർ പോകാനൊക്കെ ട്രെയിൻ യൂസ് ചെയ്യാറുണ്ട്. A broad and extensive railway network exists in India. ഇന്ത്യയിൽ എന്താണ്, ഒരു വിപുലീകരിച്ച ബ്രോഡായിട്ടും എക്സ്റ്റെൻറ്റീവ് ആയിട്ടുള്ള ഒരു റെയിൽവേ നെറ്റ്വർക്ക് ഇന്ത്യയിലുണ്ട്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ കൺട്രി വിത്ത് ലോങ്സ്റ്റ് റെയിൽവേ സിസ്റ്റം ഇൻ ദ വേൾഡ്. അപ്പോൾ എന്താണ്, ഇന്ത്യ വേൾഡിൽ നോക്കുമ്പോൾ ലോങ്സ്റ്റ് റെയിൽവേ സിസ്റ്റം ഉള്ളൊരു കൺട്രിയാണ്. ലോങ്സ്റ്റ് റെയിൽവേ സിസ്റ്റം ഉള്ള കൺട്രിയാണ് ഇന്ത്യ. The metro railway system has been launched in major cities of India to improve transport facilities and reduce air pollution. അപ്പോൾ നമ്മൾ നോർമൽ ലാൻഡ് ട്രാൻസ്പോർട്ടിൽ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, എയർ പൊല്യൂഷൻ ഉണ്ടാകും. എയർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും മെട്രോ ട്രെയിൻസിന് ട്രാൻസ്പോർട്ടേഷൻ കൂട്ടിയത്. ഓക്കെ, അപ്പം മെട്രോ റെയിൽ വാസ് സ്റ്റാർട്ടഡ് to solve traffic issues solve ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഗ് സിറ്റീസ് ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ. ഓക്കെ, ട്രാഫിക് ഇഷ്യൂസ് ഫസ്റ്റ് പോയിന്റ് എന്താണ്? ട്രാഫിക് ഇഷ്യൂസ് കുറയ്ക്കാൻ. പിന്നെ എന്താണ്? റെഡ്യൂസ് എയർ പൊല്യൂഷൻ. മെട്രോ റെയിൽ സിസ്റ്റം എക്സിസ്റ്റ് ഇൻ ഓൾ ദ മേജർ സിറ്റീസ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ ആൻഡ് കൊച്ചി. ഓക്കെ,
അപ്പം ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള മെട്രോ സിറ്റീസുകൾ ഏതൊക്കെയാണ്? കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് മെട്രോ റെയിലിൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽവേ ട്രാൻസ്പോർട്ട്. ഓക്കെ, ചീപ്പസ്റ്റ് മോഡാണ്. എന്താണ് ചീപ്പസ്റ്റ് മോഡാണ്? ട്രാൻസ്പോർട്ട് ക്യാരി മോർ പീപ്പിൾ, ആൾക്കാരെ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റും. ഹെൽപ്പ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ്, കൂടുതൽ ഗുഡ്സ് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഗ്രോത്ത് ഓഫ് എക്കണോമിക് സിസ്റ്റം, ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഗ്രോത്തിന് തന്നെ ഹെൽപ്പ് ചെയ്യും. റിഡ്യൂസ്ഡ് ട്രാഫിക് ആക്സിഡൻസ്, ട്രാഫിക് ആക്സിഡൻസ് കുറയും. പിന്നെ എന്താണ് എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. ഒബ്സർവ് ദ ട്രാൻസ്പോർട്ട് മാപ്പ് ഓഫ് കേരള ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. അപ്പോൾ എൻഡ് ഓഫ് ദിസ് ചാപ്റ്ററിൽ എന്താണ് കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാനാണ് പറയുന്നത്. നമുക്ക് അവസാനത്തെ സെക്ഷനിലേക്ക് നോക്കാം. അപ്പോൾ എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് എന്താന്ന് പറഞ്ഞാൽ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഐഡിയ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്, ഒരു സോഴ്സ് ടു അനദർ സോഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ കൺവേ ചെയ്യുന്നതാണ് നമ്മൾ എന്താ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പീപ്പിളിനെയോ അല്ലെങ്കിൽ ഗുഡ്സിനെയോ ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുക. കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഏതൊക്കെ സോഴ്സ് വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ലെറ്റേഴ്സ്, ടെലിഫോണ്, ടെലിവിഷൻ, മൊബൈൽ ഫോൺസ്, ന്യൂസ് പേപ്പർ എക്സെട്ര. ട്രാൻസ്പോർട്ടേഷനിൽ എങ്ങനെയാണ് വരുന്നത്? ലാൻഡ് ട്രാൻസ്പോർട്ട് ഉണ്ട്, അതിലേതൊക്കെയാണ് വരുന്നത്? റോഡ് ആൻഡ് റെയിൽവേ. എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്, പിന്നെ എന്താണ് മേരി ടൈം. ഓക്കെ, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബേസിക് നമ്മൾ പഠിച്ചത്. പിന്നെ നമ്മൾ റോഡ് ട്രാൻസ്പോർട്ട്, റോഡിൽ നമ്മൾ മെയിനായിട്ട് എന്താണ് മഡ് റോഡ്സ് ഉണ്ട്, പിന്നെ എന്താണ് സ്റ്റോൺ റോഡ്സ് ഉണ്ട്, പിന്നെ എന്താണ് ടാർഡ് കോൺക്രീറ്റ് റോഡ്സ് ഉണ്ട്, ടാർഡ് റോഡ്സ് ഉണ്ട്, ആണ് റോഡ്സിൽ പഠിച്ചത്. പിന്നെ റോഡ്സിൽ ട്രാഫിക് സിസ്റ്റം പഠിച്ചു. പിന്നെ ഇന്ത്യയിൽ തന്നെ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈവേസും ഉണ്ട്. പിന്നെ അതേപോലെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് കണക്ട് ചെയ്യുന്ന ഹൈവേസും ഉണ്ട്. പിന്നെ എന്താണ് സ്റ്റേറ്റ് ഹൈവേസ്, നാഷണൽ ഹൈവേസ്, എക്സ്പ്രസ് ഹൈവേസ്. പിന്നെ നമ്മൾ റെയിൽവേ ആരാണ്? ജോർജ് സ്റ്റീഫൻസൺ ആണ്, 1825 ഓക്കെ. പിന്നെ നമ്മൾ അതിനെ കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ഇന്ത്യയിൽ ഫസ്റ്റ് റെയിൽവേ എന്നുള്ള ആശയം കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. പിന്നെ എന്താണ് മുംബൈയിലാണ് ഇന്ത്യയിൽ വെച്ച് മുംബൈയിലാണ്. കേരളത്തിൽ എവിടെയാണ്? തിരൂറാണ് ഫസ്റ്റ് റെയിൽവേ ട്രാക്ക് വന്നത്. മെയിനായിട്ട് ബ്രിട്ടീഷുകാർ റെയിൽവേ ട്രാക്ക് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? അവർക്ക് റോ മെറ്റീരിയൽസും നാച്ചുറൽ റിസോഴ്സും എന്താണ് ഡിഫറെൻറ്റ് കടൽ തീരത്ത് പോർട്സിൽ എത്തിക്കാനായിരുന്നു. പിന്നെ ഷിപ്പ് വഴിയാണ് അവർ ഡിഫറെൻറ്റ് യൂറോപ്യൻ കൺട്രീസിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഒരു പാർട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.